പറയാം. ഇപ്പോൾ വി സിമാർ ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 വൈസ് ചാൻസലർമാരാണ് ഈ ജ്ഞാനസഭയ്ക്കകത്ത് RSS വിളിച്ചുകൂടി ജ്ഞാനസഭയ്ക്കകത്ത് പങ്കെടുത്തത്. അതിലൊന്നും മോഹനും കുന്നുമലാണ്. മോഹനും കുന്നുമലിനെ പറ്റി അധികമായി പിന്നെ നമ്മൾ പറയേണ്ടതേയില്ല, നമുക്കറിയാം. RSSകാരനായ മോഹനും കുന്നുമൽ ഗവർണർ അടുക്കളയിൽ അരി കഴുകാൻ പറഞ്ഞാൽ അരി കഴുകാൻ പോലും തയ്യാറാവുന്ന ആളാണ്. അപ്പോൾ മോഹനും കുന്നുമലിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടേ കാര്യമില്ല. അവിടെ പൂർണ്ണമായി കീഴ്പ്പെട്ട് വിധേയനായി പോയി. പിന്നെ പങ്കെടുത്ത പ്രധാനപ്പെട്ട 2 വൈസ് ചാൻസലർമാർ, ഒന്ന് കാലിക്കറ്റിലെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രനാണ്. നിങ്ങൾ നോക്കൂ, ഡോക്ടർ പി രവീന്ദ്രനെ സംബന്ധിച്ച് വളരെ വിശദമായി ചില വിഷയങ്ങൾ SFI കുറേ കാലങ്ങളായി ഉയർത്തുന്നു. നിർഭാഗ്യവശാൽ ആ നിലയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള വിഷമം ഞങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, ആരാണ് ഡോക്ടർ പി രവീന്ദ്രൻ? അവിടെയാണ് ജ്ഞാനസഭയും ആ സംഘടിപ്പിക്കുന്നതിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത്. ജ്ഞാനസഭ പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാൻ ആവശ്യമായ വലിയൊരു ഗൂഢാലോചന കേരളത്തിൽ നടന്നിട്ടും കേരളത്തിനകത്തെ പ്രതിപക്ഷം വളരെ നിസ്സാരമായി ഇതിനെ എടുക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നാം പരിശോധിക്കേണ്ടത്. അവിടെയാണ് ഡോക്ടർ പി രവീന്ദ്രൻ എന്ന RSSനെയും കേരളത്തിലെ കോൺഗ്രസിനെയും ലിങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കണ്ണിയിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു ചിത്രം നിങ്ങളെ കാണിക്കാം. ആ ചിത്രം ഡോക്ടർ പി രവീന്ദ്രൻ ചിത്രമാണ്. ഈ ചിത്രത്തിന് പുറകിൽ നിങ്ങൾക്കൊരു എംബ്ലം കാണാം. ആ എംബ്ലം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന എംബ്ലമാണ്. ഈ എംബ്ലം സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ മുറിയിലാണ്. വൈസ് ചാൻസലറുടെ മുറിയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് RSSൻ്റെ ധനസമാഹരണത്തിൻ്റെ ഉദ്ഘാടനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായിരുന്ന, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ, ആ ഡോക്ടർ പി രവീന്ദ്രൻ കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഒരു സർവകലാശാല ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് RSSൻ്റെ പരിപാടിക്ക് RSSകാരെ ക്ഷണിച്ചു വരുത്തി അതിൽ പങ്കെടുത്തിട്ട് ഒരക്ഷരം കൊണ്ട് ഈ ഡോക്ടർ പി രവീന്ദ്രനെ തള്ളിപ്പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ കേരളത്തിലെ കോൺഗ്രസോ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ബൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ചിത്രത്തെയോ ഈ മനുഷ്യനോ തള്ളിപ്പറയുന്നത്? അവിടെ നിന്ന് എവിടെയൊക്കെ ഡോക്ടർ പി രവീന്ദ്രൻ പോയത്? അവിടെ നിന്ന് ഡോക്ടർ പി രവീന്ദ്രൻ പോയത് RSSൻ്റെ മലപ്പുറത്തെ പരിപാടിയിലേക്കാണ്. അവിടെ നിന്ന് എങ്ങോട്ട് ഡോക്ടർ പി രവീന്ദ്രൻ പോയത്? അവിടെ നിന്ന് ഡോക്ടർ പി രവീന്ദ്രൻ പോയത് ജ്ഞാനസഭയിലേക്കാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ RSS പരിപാടികളിൽ സ്ഥിരം പങ്കെടുക്കുന്ന RSSൻ്റെ വിനീത ശിഷ്യനായി മാറിയിരിക്കുന്ന ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ച ഡോക്ടർ പി രവീന്ദ്രനെ ഇതുവരെ തള്ളിപ്പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. എല്ലാം പഠിച്ചു പറയുന്ന ആളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ പഠിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിന് പക്ഷേ ഡോക്ടർ പി രവീന്ദ്രനെ പറ്റി പഠിക്കാൻ ഇതുവരെ സമയം കിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കള്ളന് കഞ്ഞി വെക്കുക എന്ന പ്രയോഗം ചിലപ്പോൾ ഒരുപക്ഷെ കുറഞ്ഞു പോകും. RSS കൊടുക്കുന്ന ചുടുചോറ്, വർഗീയതയുടെ ചുടുചോറ് വാരിട്ട് നിന്ന വ്യക്തിയായി പി രവീന്ദ്രൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ RSSൻ്റെ വർഗീയതയുടെ ചുടുചോറിൻ്റെ പങ്കുവെക്കുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് മാറുകയാണ്. മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ RSSകാരനായി ഒരു VC ഇങ്ങനെ വിശാലമായി നടക്കുമ്പോഴും മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ് വ്യക്തമാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, RSS കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ രക്തമൂറ്റിക്കുടിക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ രക്തമൂറ്റിക്കുടിക്കുന്ന രക്തരക്ഷസായി കേരളത്തിൽ RSS മാറുമ്പോൾ ആ ഇറ്റു വീഴുന്ന രക്തം നക്കിക്കുടിക്കുന്ന ചെന്നായ്ക്കളായി കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന UDF കേരളത്തിൽ മാറുകയാണ്. ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അദ്ദേഹം കോൺഗ്രസിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവണം. അങ്ങയുടെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഒരു അധ്യാപക സംഘടന നേതാവ് ഇങ്ങനെ നിർബാധം RSS പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ആ RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ പി രവീന്ദ്രനെ ഒന്ന് വിലക്കണ്ട, ശാസിക്കണ്ട. ഇപ്പോൾ സ്നേഹപൂർവ്വം ശാസിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ വഷളാക്കിയതുപോലെ വഷളാക്കണ്ട. പക്ഷേ ഒന്ന് ഉപദേശിക്കണ്ടേ, ഒന്ന് പറയണ്ടേ? നിങ്ങളിങ്ങനെ പരസ്യമായി പോരുതെന്ന് പറയണ്ടേ? അങ്ങനെ പറയാൻ പോലും PD സതീശൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ പാരമ്പര്യം മറക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമ്പോൾ നെഹ്റു രാജ്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് നന്നാവും. അദ്ദേഹത്തിന് വേണമെങ്കിൽ SFI ജവഹർലാൽ നെഹ്റുവിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിത്തരാൻ തയ്യാറാണ്.